ഒരടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ വിജയിച്ചാൽ ആ ആൾ തന്നെ വെച്ചിട്ട് ആ ഒരു കോമ്പിനേഷനിൽ അടുത്ത സിനിമ എന്ന് പറയുന്ന രീതിയിലൊരു പ്രോജക്റ്റ് ഒരിക്കലും ആലോചിക്കാറില്ല. അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന അടുത്ത കഥ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. ഒരു എന്ത് തരം സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പം അതിലെപ്പോഴും തുറന്നു പറഞ്ഞാൽ എപ്പോഴും അതിന് പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സാധനം നമ്മളെല്ലാ സിനിമയും കമേഴ്ഷ്യലായിട്ട് തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ തിയേറ്ററുകളിൽ ഇത് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു സിനിമ ജനങ്ങൾക്ക് കൊടുത്താൽ അവർ സ്വീകരിക്കുമോ എന്നുള്ള ഒരു വലിയ എന്നോട് തന്നെ ഒരു ചോദ്യമുണ്ട്. അത് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് ആ കഥ എടുക്കാമെന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഒരു ലവ് സ്റ്റോറി ആയിരുന്നു, ഇതായിരുന്നില്ല. അപ്പം ബിക്കോസ് അതിൻ്റെ അടിസ്ഥാന കാരണവും ഇപ്പം സിനിമ കാണാൻ പോകുന്നൊരു പ്രേക്ഷകർ ഇപ്പോൾ അധികവും ഒരു 15-നും 25-നും വയസ്സിനിടയിലുള്ള ആൾക്കാരാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിന് കേറ്റർ ചെയ്യുന്ന ഒരു ഫിലിം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് 10 പ്രാവശ്യം 15 പ്രാവശ്യം തിയേറ്ററിൽ കാണുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ, അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലായിരുന്നു ഞാൻ. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു സമയത്ത് ഒരുപാട് ലവ് സ്റ്റോറീസ് വന്നു, അതെല്ലാം വലിയ വിജയങ്ങളായി. അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഞാനിപ്പോൾ ഒരു ലവ് സ്റ്റോറിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പുതുമയുണ്ടാവില്ല, അത് ചിലവാകാനും സാധ്യത കുറവാണ് എന്ന് തോന്നിയപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് ഒരുപാട് കഥകളുണ്ട്. എപ്പോഴും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കഥകളുണ്ട്. അതിലേതെന്ന് നോക്കിയപ്പോൾ സുധി വാൽമീകം തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന കാരണം ആ ഒരു ജോണറിലെ ഫിലിംസ് ഞാൻ ചെയ്തിട്ടില്ല, മലയാളത്തിലും അധികം വന്നിട്ടില്ല. ഇപ്പോൾ സിനിമ കണ്ടിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് തന്നെയാണ്. നമ്മൾ സിനിമ റിലീസിന് മുമ്പ് പറഞ്ഞിരുന്നു സു+ സുധി = 2 മണിക്കൂർ 11 മിനിറ്റ് സന്തോഷം എന്നാണ് നമ്മളതിൽ ടാഗ് ലൈനായിട്ട് വെച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ സിനിമ റിലീസ് ചെയ്തു, അത് കണ്ട പ്രേക്ഷകർ എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര യുണാനിമസ് ആയിട്ടൊരു ഒപ്പീനിയൻ മുമ്പ് ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയാം. എല്ലാവരും പറയുന്നത് ഇത് കണ്ട് നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നല്ലതാണ് മോശമാണ് എന്നുള്ളതല്ല. എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ടിട്ട് നമുക്കൊരു മനസ്സിനൊരു സുഖം തരുന്നൊരു സിനിമയാണ്. നമ്മൾ ചുറ്റും ജീവിക്കുന്ന ലോകം നല്ലതാണ്, കുറച്ചുകൂടി ഭംഗിയുള്ളതാണ്, ചുറ്റുള്ള ആളുകൾ കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കുന്നതായിരുന്നു ശ്രമം. അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഈ വർഷം ഇപ്പോൾ ചിലപ്പോൾ പുതിയതായിരിക്കും എന്നെനിക്ക് തോന്നിയിരുന്നു പ്രേക്ഷകർക്ക്. അങ്ങനെ സിനിമ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സാണ് ഒരു സിനിമയിലോട്ട് നയിക്കുന്നത്. ഇല്ല, നെഗറ്റീവ്സ് ആണ് പോസിറ്റീവ്സ് എന്നുള്ളതല്ല. ഞാനൊരു സിനിമ ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആഗ്രഹം ഇന്ന ആൾ ക്യാമറമാൻ ആവണം, ഇന്ന ആൾ അഭിനയിക്കണം, ഇന്ന ആൾ അത് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇവരൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനെപ്പോഴും നോക്കാറുള്ളത് അറ്റ് ദിസ് ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആരൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, ആ കിട്ടുന്ന ഒരാളുടെ പ്ലസ് എന്താണ് മൈനസ് എന്താണ്, ആ മൈനസ് എങ്ങനെ എനിക്ക് പ്ലസ് ആക്കാൻ പറ്റും, അയാളുടെ എങ്ങനെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല ടീം വർക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അതിന് കാരണം അത് തന്നെയാണ് തോന്നുന്നത്, ഈ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതല്ല, എക്സെപ്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതായത് എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ എനിക്കതിന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്ഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, ചില കാര്യങ്ങൾ കറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം വിക്കാണ്. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, ഉദാഹരണം എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു രാവിലെ, ഇന്ന് ഞാൻ കണ്ടെത്തി എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന്. കണ്ടെത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഞാനത് ഉൾക്കൊള്ളണം, എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, അതനുസരിച്ച് എൻ്റെ ആഹാരക്രമത്തിലും എൻ്റെ ജീവിതചര്യയിലും ഞാൻ ഒരു മാറ്റം വരുത്തണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ ആരോഗ്യം മോശമാവും, എൻ്റെ ജീവിതം വളരെ മോശമായി മാറും, ചിലപ്പോൾ മരിച്ചും പോകും. അപ്പോൾ ഒരാൾക്ക് വിക്കുണ്ട് എന്ന് വെച്ചാൽ ആദ്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുന്നോട്ടൊരു യാത്രയുണ്ട്. നമ്മളതിനെ ഫൈറ്റ് ചെയ്യും തോറും, എനിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യും തോറും ഇത് കൂടുതൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അത് മൊമെൻറ്റ് യു അക്സെപ്റ്റ് ഇറ്റ്, നമ്മുടെ ചുറ്റുമുള്ള ലോകം നമുക്ക് കുറച്ചുകൂടി ഭംഗിയുള്ളതാവും. നമുക്ക് ഈ സിനിമയിൽ അവസാനം പറയുന്നൊരു ഡയലോഗുണ്ട്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആവുക അല്ലെങ്കിൽ അമീർ ഖാൻ ആവുക എന്നുള്ളതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഈ കഥാപാത്രത്തിന് വിക്കായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് ഞാനതിനെ അക്സെപ്റ്റ് ചെയ്തോ, അതിനെ നോക്കി എനിക്ക് ചിരിക്കാൻ പറ്റിയോ, അവിടെ മുതൽ എൻ്റെ ജീവിതം മാറുകയായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. ഇല്ല, അങ്ങനെയൊന്നും ഒരു കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് പറയാൻ നമ്മളാളല്ല. പക്ഷേ സിനിമ കണ്ട ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും പൊതുവായിട്ട് എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എല്ലാവരും പറയാറുണ്ട്, ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എൻ്റെ സിനിമകളിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും തിരിച്ച് പറയാറുണ്ട്, ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് ഞാനതിന് ഉപയോഗിക്കാറുള്ളത് തുറന്നു പറഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി കമേഴ്ഷ്യൽ ആക്കാനാണ്. ഇപ്പോൾ ഒരു വിഷയം ഹർത്താൽ എന്ന് പറഞ്ഞ വിഷയം എടുത്താൽ ജനങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ ഇഷ്ടമാണ്. ഒരു നായകൻ അതിനോട് പ്രതികരിച്ചാൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എടുക്കുമ്പോൾ അതിപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി കമേഴ്ഷ്യലാക്കും, ജനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലേക്കാണ് ഞാൻ ആലോചിക്കാറ്. വർഷം പുണ്യാളകൃപത്തീസൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനെപ്പോഴും അതിൻ്റെ കൂട്ടമായിട്ട് അതിനോട് അനുബന്ധമായിട്ട് ഞാൻ പറയുമായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു സിനിമ കണ്ടതുകൊണ്ട് ഒരാൾ നന്നാവും അല്ലെങ്കിൽ മോശമാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല.
പക്ഷേ ഈ സിനിമയുടെ റിലീസിന് ശേഷം എൻ്റെ ആ ധാരണയിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു സിനിമയാണ് ഈ സൂസു സുധി വാൽമീകി. കാരണം അത് കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾ, ഇപ്പോൾ വിക്കുള്ള ആളുകൾ ഓഫ് കോഴ്സ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഈ സിനിമ കാണാൻ പോകാൻ ആദ്യം പേടിയായിരുന്നു. കാരണം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യപ്പെടുമോ, മറ്റ് പല സിനിമകളിലും ഉണ്ടായിട്ടുള്ള പോലെ. പക്ഷേ അവർക്ക് ഈ സിനിമ കണ്ടപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് അഭിമാനം തോന്നി. ആ സിനിമ കണ്ട ആളുകൾ അവരോട് പിന്നെ പെരുമാറുന്ന പുതിയൊരു രീതിയിലായി മാറുന്നു. അപ്പോൾ അത് സിനിമയുടെ ആ മാധ്യമത്തിൻ്റെ ശക്തി തന്നെയാണത്. അല്ലെങ്കിൽ ഈ വിക്ക് എന്നുള്ളൊരു വിഷയം അതല്ലാത്ത ഇപ്പോൾ പരീക്ഷയിൽ തോറ്റിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച ആളുകൾ സിനിമ കണ്ടപ്പോൾ അവർക്ക് ആത്മഹത്യ വേണ്ടെന്നല്ല, അവർക്കൊരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായി എന്നുള്ളത്. ഇയാൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്. ഒരു ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആൾ, ഇംഗ്ലീഷ് പറയാൻ പറ്റാത്ത ഒരു വലിയൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാൾ വലിയൊരു ഇംഗ്ലീഷ് മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അയാളോട് പറഞ്ഞു, ഈ സിനിമ കണ്ടിട്ടാണ് ഞാൻ 2 സിനിമ കണ്ടാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. ഈ സിനിമ ഞാൻ പൊട്ടിക്കരഞ്ഞു അവസാനം. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പോലും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഇയാൾ ആദ്യമായിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന സമയത്ത് അയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആൾക്കാരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നയാൾ വലിയൊരു മാധ്യമ പ്രസാധന സംരംഭത്തിൻ്റെ ഉടമയാണ്. ഇന്നയാൾക്ക് പേരും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആലുവയിൽ നിന്നുള്ള ഒരു വിഷ്വലി ഇമ്പാർഡ് ആയിട്ടുള്ള കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഈ സിനിമ കണ്ടപ്പോൾ അതെങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല, അയാൾക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ പേഴ്സണലി ആൾക്കാരെ എഫക്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു മീഡിയമാണ് സിനിമ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു സിനിമ കൂടിയാണത്.